നമുക്ക് കമ്പോണൻസിനകത്ത് പാരംസ് എങ്ങനെ പാസ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ നേരത്തെ ഉള്ള വീഡിയോയിൽ ആക്ച്വലി പഠിച്ചത്. ഇനി നമ്മൾ ലോഡിംഗ് റൗട്ട് കമ്പോണൻറ്റ് സ്ട്രാറ്റജീസ്. നമ്മൾ കമ്പോണൻസ് രണ്ട് രീതിയിലാണ് ആംഗിളിൽ ലോഡ് ചെയ്യുക. ഈഗർലി ലോഡഡ്, അതായത് നമ്മളിപ്പം ഇതുവരെ പഠിച്ചു വെച്ചിട്ട് ഈഗർലി ലോഡഡ് എന്ന് വെച്ചാൽ പെട്ടെന്ന് ലോഡ് ചെയ്യുന്നത്, ഇമ്മീഡിയറ്റ്ലി തന്നെ ഫസ്റ്റ് ലോഡിൽ തന്നെ എല്ലാ കമ്പോണൻസും ബണ്ടിലിനകത്ത് ഉണ്ടാവും. ലേസ്ലി ലോഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് ആവശ്യം വരുന്നത് അപ്പോൾ മാത്രമായിരിക്കും കമ്പോണൻറ്റിനെ ലോഡ് ചെയ്യുക, അതിനാണ് ലേസ്ലി ലോഡഡ്. ഈഗർലി ലോഡ് എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ പഠിച്ച പാറ്റേൺ, അതായത് കമ്പോണൻറ്റ് പാത്ത് എന്ന് പറഞ്ഞിട്ട് കമ്പോണൻറ്റ് ഇസ് ഈക്വൽ ടു ഹോം പേജ് അല്ലെങ്കിൽ കമ്പോണൻറ്റ് ഇസ് ഈക്വൽ ടു ലോഗിൻ പേജ്. നമ്മൾ നേരത്തെ പഠിച്ച പോലെ കമ്പോണൻറ്റ് ഈക്വൽ ടു യൂസർ ഈ എഴുതിയേക്കുന്ന പോലെ, ഈ ആപ്പ് ഡോട്ട് ബ്രൗസിൽ എഴുതിയേക്കുന്ന പോലെ എഴുതിയേക്കുവാണെങ്കിൽ ദാറ്റ് ഈസ് admin component, student component, parameterized route component. This is eagerly loaded, that is immediately loaded. പക്ഷെ എനിക്കിനി ഇത് immediately ലോഡ് ചെയ്യണ്ട. എനിക്കിത് ഈ റൗട്ട് ആക്സസ് ചെയ്യുമ്പോൾ മാത്രം, അതായത് ബ്രൗസർ ഈഗർലി ലേസ്ലി ലോഡ് ചെയ്താൽ മതി. ലേസ്ലി ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റൗട്ട് എപ്പോൾ ആക്റ്റീവ് ആവുന്നോ അപ്പം മാത്രം അതിൻ്റെ കണ്ടന്റ് ലോഡ് ചെയ്താൽ മതി എന്ന് പറയുകയാണെങ്കിൽ അതിനെ ലേസ്ലി ലോഡഡ് കമ്പോണൻറ്റ്സ് എന്ന് പറയും. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അത് നമുക്ക് സ്റ്റുഡൻറ്റ് കമ്പോണൻ്റ് എടുക്കാം. അപ്പോൾ ലേസ്ലി ലോഡ് കമ്പോണൻറ്റിനകത്ത് പാത്തിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒരു സിൻടാക്സ് ആണ് യൂസ് ചെയ്യുന്നത്. ലോഡ് കമ്പോണൻറ്റ്, ദെൻ ഒരു ഫംഗ്ഷനകത്ത് ഇമ്പോർട്ട് ഓഫ് ആ URL, ദെൻ m is equal to m dot home page. നമുക്കത് ഒന്ന് നോക്കാം. ഞാനിപ്പോൾ എഴുതിയേക്കുന്ന ലോഡ് കമ്പോണൻറ്റ് ഇമ്പോർട്ട് ഡോട്ട് സ്റ്റുഡൻറ്റ് സ്ലാഷ് സ്റ്റുഡൻറ്റ് ദെൻ m ഡോട്ട് സ്റ്റുഡൻറ്റ്. എന്താ നെറ്റ്വർക്ക് വരാത്ത? ഞാൻ ആദ്യം ഓൾ എടുത്തു, സ്റ്റൈൽ ഡോട്ട് CSS. ഇതിനകത്ത് ആദ്യം ഓൾ എടുത്തു കഴിഞ്ഞപ്പം 2-3 ചങ്ക്സ് വരുന്നുണ്ട്. പ്ലാറ്റ്ഫോം, സോൺ DS, റൗട്ടർ, കോർ, പ്ലാറ്റ്ഫോം, പിന്നെ ഒരു സോൺ എം ഡോട്ട് JS, ലോക്കൽ ഹോസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ ഇനി ഇത് കളഞ്ഞു. അതിനുശേഷം സ്ലാഷ് സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ലെറ്റ്സ് സി എന്ത് ഡിഫറൻസ് ആണ് വരുന്നത്. ഇവിടെ പിന്നെയും ഒരു ഇവിടെ പിന്നെയും ഒരു കമ്പോണന്റ് ലോഡിംഗ് കാണുന്നുണ്ട്. ഇവിടെ ഒരു ചങ്ക് വരുന്നുണ്ട്. ആഫ്റ്റർ ദാറ്റ് സ്റ്റുഡൻറ്റ് കമ്പോണൻറ്റും വരുന്നുണ്ട്. ഈ നമ്മൾ സ്റ്റുഡൻറ്റ് കമ്പോണൻറ്റിനെ ലോഡ് ചെയ്യാന്ന് പറയുന്നത് ഇത് ആക്സസ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ചങ്ക് ലോഡ് ആവുക. ഇനി ഇത് കുറച്ചുകൂടെ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഈ സ്റ്റുഡൻറ്റിനകത്ത് തൽക്കാലത്ത് ഇപ്പം നമ്മളിതൊരു സിമ്പിൾ പാരാമീറ്റേഴ്സ് ആണ്. പക്ഷേ ഈ സ്റ്റുഡൻറ്റിനകത്ത് നമ്മൾ വേറെ കമ്പോണൻസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും ലോഡ് ആവുക സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ചങ്ക് ലോഡ്. നേരത്തെ ഇത് മൊഡ്യൂൾ വൈസ് ആയിരുന്നു. ആംഗുലർ ഒരു 16-15 ഓരോ മൊഡ്യൂൾ ലോഡ് ചെയ്യുന്നതിനായിരുന്നു ലേസി ലോഡിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ സ്റ്റാൻഡ് അലോൺ കമ്പോണൻസ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ആ പർട്ടിക്കുലർ കമ്പോണൻറ്റിന് മെയിൻ റൗട്ട് ലോഡ് ചെയ്യുന്നതിനായി ലേസി ലോഡിംഗ് എന്ന് പറയുന്നത്. ലേസി ലോഡിംഗ് എന്ന് പറയുമ്പം അത് ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു ടോപ്പിക് അല്ല. നമ്മൾ റൗട്ട് ലോഡ് ചെയ്യും, മിക്കവാറും പ്രിഫേർഡ് ഇതാണ്, എല്ലാ റൗട്ട്സും ഇങ്ങനെ ലോഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. സോ ദാറ്റ് ആംഗുലർ അറ്റ് എ ടൈം, ഇതിപ്പം പ്രൊഡക്ഷനിൽ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് നല്ലവണ്ണം പ്രൊഡക്ഷൻ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഇതിപ്പം ഡെവലപ്മെൻറ്റ് മോഡിലാണ് റൺ ചെയ്യുന്നത്, അതുകൊണ്ടാണ് ആ ചങ്ക്സ് ഒക്കെ കാണിക്കുന്നത്. നമ്മൾ പ്രൊഡക്ഷൻ മോഡ് റൺ ചെയ്യാൻ നമുക്ക് നല്ലവണ്ണം കാണാൻ പറ്റും ഈ റൗട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് അനദർ ചങ്ക് ഗെറ്റ് ഡൗൺലോഡഡ്. ആ പർട്ടിക്കുലർ എന്താ പറയുക ചങ്ക്സ് ആയിട്ടായിരിക്കും അതിനകത്ത് വരിക.
ഇതിനകത്ത് മെയിൻ ഡോട്ട് ടി എസ് ഞാൻ ഒന്ന് റിഫ്രഷ് ചെയ്യട്ടെ. ഇവിടെ സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഡോക്യുമെൻ്റ് കാണിക്കുന്നുണ്ട്. മെയിൻ ഡോട്ട് ടി എസിനകത്ത്